ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഏഭ്യനെ കുറിച്ച്, അധമനെ കുറിച്ച്, എരണക്കെട്ടവനെ കുറിച്ച് ഇനി ഒന്നും പറയരുത് എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും അവൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഇയാളുടെ വീണ്ടും രംഗത്ത് വന്നിരിക്കുക. അയാൾ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പുള്ളിക്ക് ജാമ്യം നിഷേധിച്ച് കുറച്ചു കാലം അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് പഠിച്ച് ജയിലിൽ ഉപവാസം നടത്തി ശരീരഭാരത്തിൽ 11 കിലോയുടെ കുറവ് വരുത്തി. അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യേ, എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ലേ, ഇല്ലത്തായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുമായിരുന്നേ, ഞാൻ മഹാത്മാഗാന്ധി ഒന്നും ആവട്ടെ, എന്നെ വിട്ടാ മതിയേ എന്ന് കരഞ്ഞു പിഴിഞ്ഞ് പറഞ്ഞതാണ്. എൻ്റെ കക്ഷിക്ക് വിവരമില്ല, ബുദ്ധിശൂന്യനാണ്, മണ്ടനാണ്. കോടതിയുടെ ദയ തോന്നിയിട്ട് മാപ്പ് കൊടുക്കണം, അയാളോട് ദയ കാണിക്കണം, ദാക്ഷിണ്യം കാണിക്കണം, എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ വിടണം എന്ന് പുള്ളിയുടെ വക്കീൽ പോലും കോടതിയിൽ പറഞ്ഞു. നിങ്ങളുടെ കക്ഷിക്ക് വകതിരിവില്ല, മര്യാദയില്ല, അയാൾ കുറച്ച് ദിവസം കൂടി കിടക്കട്ടെ എന്ന് മജിസ്ട്രേറ്റും പറഞ്ഞു. ഒടുവിൽ പണ്ടാറടങ്ങി പോട്ടെ എന്ന് കരുതിയിട്ട് ജാമ്യം കൊടുത്താണ്. അപ്പോൾ വ്യക്തമായ വ്യവസ്ഥകൾ വെച്ചിട്ടാണ് കൊടുത്തത്, കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് കൊടുത്തത്. ഇന്ന സമയത്ത് പോലീസിൽ ഹാജരാവണം, പോലീസ് അന്വേഷണം സഹായിക്കണം, അതിജീവിതയെക്കുറിച്ച് ഇനി അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ 3-4 ദിവസം പുള്ളി അടങ്ങി ഒതുങ്ങിയിരുന്നു. പക്ഷേ ഈ നിലാവുദിക്കുമ്പോൾ നായ ഓളിയിടും എന്ന് പറഞ്ഞ പോലെ ഈ അതിജീവിതയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തോ ഒരു പരാതി കൊടുത്തു എന്ന് കേട്ട വഴി കേൾക്കാത്ത വഴി പരാതിയിൽ എന്താ പറഞ്ഞേക്കുന്നത് പോലും നോക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് വീണ്ടും ഓളിയിടുന്നു. നിലാവ് ഉദിച്ചതിന് ശേഷമല്ല, നിലാവ് അസ്തമിച്ചതിന് ശേഷമാണ് ഈ ഓളിയിടൽ എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പുള്ളി വീണ്ടും ഓളിയിടുകയാണ്. അതേ സമയത്ത് അതിജീവിത എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ ഒരു പരാതി എഴുതി പോലീസിൽ കൊടുത്തിട്ട് ഇയാളെ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ഇവരെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് വീണ്ടും അയക്കണം, സബ് ജയിലിലേക്ക് അയച്ച സബ് ജയിലിലേക്ക്, അല്ല വീണ്ടും നിരാഹാരം അനുഷ്ഠിക്കാറുണ്ടെങ്കിൽ പൂജപ്പുരം ജയിലിലേക്ക് അയക്കണം എന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ള റിക്വസ്റ്റ്. അത് കൊടുത്തതിന് ശേഷവും പുള്ളി പിന്നെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഈ അതിജീവിത എന്ന് പറയുന്നത് ആ സ്ത്രീ അല്ല, അവരുടെ ഭർത്താവാണ്. പിന്നെ പുള്ളിയാണ് അതിജീവിതൻ എന്ന് വന്ന് അയാളുള്ള തീട്ടൂരമായിട്ട് അല്ലെങ്കിൽ ഒരു വായ്ത്താരിയുമായിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ജയിലിൽ പറഞ്ഞു വിടില്ല ചെയ്തിട്ട്, ഊളംപാറയിൽ കൊണ്ട് ഷോക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമത്തിൽ അതിൽ വ്യവസ്ഥയില്ലാത്തതുകൊണ്ടാണ് പോലീസുകാർ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ കോടതിയെ സമീപിക്കാൻ പോകും. സത്യത്തിൽ ഇതിന് 2 ചികിത്സയാണുള്ളത്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഊളംപാറയിൽ കൊണ്ടിട്ട് ശക്തമായിട്ട് ചികിത്സിക്കുക, അല്ലെങ്കിൽ തലയിൽ പച്ച നെല്ലിക്ക അരച്ച് തേക്കുക, തളം വയ്ക്കുക. അതാണ് ഒരു ചികിത്സാ രീതി. അതല്ലെങ്കിൽ പിന്നെ വേറൊരു രീതിയുണ്ട്. അതെന്തെന്ന് ഞാൻ പറയുന്നില്ല, കേൾക്കുന്ന ഓരോരുത്തർക്കും ആലോചിച്ച് തീരുമാനിക്കാൻ ഞാൻ വിട്ടുതരികയാണ്. കാരണം എല്ലാം ഞാൻ തന്നെ പറഞ്ഞാൽ രസമില്ല, കുറച്ച് നിങ്ങൾക്ക് വിട്ടുതരണമല്ലോ. അപ്പൊ ഇത് കേൾക്കുന്നവർ ഇവരെ പോലുള്ള ഏഭ്യന്മാരെ, എരപ്പാളികളെ, ഇതിനേക്കാളും അസഭ്യവാക്കുകൾ എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടല്ല, തൽക്കാലം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഇയാളുടെ തറവാട്ട് പാരമ്പര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടാവുന്നത്. ഇയാളുടെ അമ്മാവനാണ്, അമ്മയുടെ സഹോദരനാണ് ഈ കുപ്രസിദ്ധനായ കണ്ഠര് മോഹനര് എന്ന് പറഞ്ഞൊരു വിദ്വാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇവിടെ എറണാകുളത്ത് ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ നിന്നൊരു സ്ത്രീക്കൊപ്പം പിടിക്കപ്പെട്ട് ആദോലോകാർ പിടിച്ചു വെച്ച് എന്താണ് റാൻസം മണി ചോദിച്ച അയാളുടെ സഹോദരിയുടെ മകനാണ് ഈ വിദ്യാമർമ്മൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണെങ്കിൽ പിന്നെ തറവാട്ട് പാരമ്പര്യമാണ്, തെറ്റിലാവാൻ സാധ്യതയില്ല. അപ്പൊ പുള്ളിയുടെ ജനിതക ഘടനയിൽ, പുള്ളിയുടെ DNA ഈ കുഴപ്പമുണ്ട്. ഇവനെ പോലുള്ള ഇരപ്പാളികളെയൊക്കെ ഇവ പറയുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ മയക്ക് കൊണ്ടുപോകുന്ന മാപ്പറകളെയാണ് തല്ലുന്നത്. ഇവൻ പിന്നെ ഇത് പറയുന്നത് ആളുകൾ മയക്ക് കൊണ്ട് മുമ്പിൽ വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇയാളെ അവഗണിച്ചാൽ, ഈ കഴുത പറയുന്നത്, ഈ മരമാക്കറി പറയുന്നത്, ഈ മക്കുണാണ്ടൻ പറയുന്നത് ഞങ്ങൾ ഇനി മേലിൽ ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ ഇവന്റെ അസുഖത്തിന് കാര്യമായ കുറവ് സംഭവിക്കും. അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പുള്ളി ഉളംപറക്കി കൊണ്ടുവല്ലാതെ മാറില്ല. ഇത് രണ്ടിന് ഏത് വേണം, അതോ ഞാൻ മൂന്നാമത് സൂചിപ്പിച്ച കാര്യം ചെയ്യണോ എന്ന കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. ഏതായാലും ഇതിവിടെ കൊണ്ട് തീരാൻ ഒരു സാധ്യതയില്ല. ശക്തമായ ചികിത്സ ഇതിനാവശ്യമാണ്. തിരുവനന്തപുരത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഇദ്ദേഹത്തിന് ശരിയായ ചികിത്സ കിട്ടാത്തിടത്തോളം കാലം ഒന്ന് പൊതുശല്യമായിട്ട് എന്നെ നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ രാഹുൽ ഈശ്വർ എന്നിവന് പേരിട്ടത് തെറ്റാണ്. ഇവന് രാഹുൽ അസുരൻ എന്ന് പേരിടുകയാണ് ചെയ്തത്. കാര്യം ഈശ്വരന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന
ഒരു സദാചാര വിരുദ്ധനാണ്, സാമൂഹ്യ വിരുദ്ധനാണ്, അധമനാണ്, അസുരനാണ് ഈ രാഹുൽ ഈശ്വരൻ.